കേരള പോലീസ് രൂപം കൊണ്ടത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷമല്ല. ഒരുപാട് ജോലി ചെയ്യുന്നവരാണ് കേരളത്തിലെ പോലീസ്. എന്നാൽ ഒരുപാട് ആക്ഷേപം കേൾക്കുന്നവരുമാണ്. ആ ആക്ഷേപങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇടയ്ക്കൊരു വാചകം പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങൾ അതും കൂടെ ഹൈലൈറ്റ് ചെയ്യണ്ടേ? അത് പറഞ്ഞ എന്താണ്? ആ പറഞ്ഞത് വസ്തുതയാണെങ്കിൽ അടൂർ പ്രകാശിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ആരോപിക്കുന്നു. അതെ, അദ്ദേഹം ആരോപിക്കുമ്പോ അടൂർ പ്രകാശിനെതിരെ ആയാൽ ആരോപണമല്ല. അതെന്താണ് അഭിലാഷ്? അല്ല, ശ്രീ എം നൌഷാദ്, നിയമസഭയിൽ സമരങ്ങൾ അഭൂതപൂർവമല്ല, പക്ഷേ ഇതൊരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ള നിലയിൽ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ അതിന് പൊതുസമൂഹത്തിന് പിന്തുണയും സ്വാഭാവികമായും ഉണ്ടാവുമല്ലോ. ഇതിപ്പോ ഒരു കുന്നംകുളം സ്റ്റേഷനിൽ അല്ലെങ്കിൽ പീച്ചിയിൽ അല്ലെങ്കിൽ വടക്കാഞ്ചേരിയിൽ ഉണ്ടായ സംഭവം എന്നുള്ള നിലയ്ക്കല്ല. സംസ്ഥാനത്തെ പോലീസ് ഈ മട്ടിൽ ജനങ്ങളോട് പെരുമാറുന്നു. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പോലീസ് ഇമ്മട്ടിലാണ് പൊതുപ്രവർത്തകരടക്കമുള്ള ആളുകളെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് ഒരു സാമൂഹിക വിഷയമായി എടുക്കണ്ടേ? അതൊരു രാഷ്ട്രീയ വിഷയമോ കക്ഷി രാഷ്ട്രീയ വിഷയമോ ആയി എടുക്കാതെ അപ്പോൾ ഈ സമരം എന്ന് പറയുന്നത് നിങ്ങളായി നിവൃത്തി വരുത്തേണ്ട ഒരു ജനകീയ സമരമായി പരിണമിക്കില്ലേ? അല്ല അഭിലാഷേ, കേരള പോലീസ് രൂപം കൊണ്ടത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷമല്ല. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ തുടങ്ങി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി അതിൻ്റെ ഒരു തുടർച്ചയാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ പോലീസ് ഭരണകൂടത്തിൻ്റെ മുതലാളിമാരുടെ മർദ്ദനോപകരണമായിരുന്നു. അപ്പോൾ നമ്മളൊരു തുടർച്ച പറയണ്ടേ? 50-ലെ ആയാലും 60-ലെ ആയാലും 70-ലെ ആയാലും ചരിത്രമായി തന്നെ നിലനിൽക്കുമല്ലോ. എന്തായിരുന്നു കേരളത്തിലെ പോലീസ് സേന? രാജൻ കേസ് നമുക്കറിയാം. ഇന്ന് വരെ ബോഡി പോലും കണ്ടെത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞ അത് പഴയതാക്കി ഇപ്പോ ചർച്ച ചെയ്യാതിരുന്ന നാളെ ഇത് പഴയതാകും. നാളെ ഇത് പഴയതാകുന്നില്ലല്ലോ. ഇവിടെ ഞാൻ പറഞ്ഞു തീർക്കാനുള്ള അവസരം തരിക. അവിടെ ആയിരുന്നു നമ്മൾ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അവിടെ ആയിരുന്നു ഉരുട്ടിക്കൊല, ഗരുഡൻ പറപ്പിക്കൽ, മലദ്വാരത്തിൽ കമ്പികേറ്റൽ ഒക്കെ നമ്മുടെ പോലീസ് സേനയുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. അവിടെ നിന്നും ഒട്ടേറെ നമ്മൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇപ്പോഴും ഈ പോലീസ് സേനയിൽ നമ്മളുടെ സാമൂഹ്യ നീതിക്ക് നിരക്കാത്ത, നമ്മുടെ സംസ്കാരത്തിന് നിരക്കാത്ത തരത്തിലുള്ള ചില പ്രവണതകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ അംഗീകരിക്കുന്നു. അതിൽ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വസ്തുതാപരമായി നിയമപരമായിട്ടല്ലേ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഒരു പ്രതിപക്ഷ നേതാവ് സഭയിൽ നിന്നിട്ട് നിങ്ങൾ പുറത്താക്കുമോ എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്ക് പുറത്താക്കും, നിയമപരമായ നടപടികൾ ഉറപ്പായും സ്വീകരിക്കും എന്നല്ലാതെ പുറത്താക്കുമെന്ന് പറയാൻ കഴിയുമോ? അതിനെക്കുറിച്ച് അഭിലാഷല്ലേ മറുപടി? പിന്നെ 2023 ഈ വിഷയം പോലീസിന്റെ ശ്രദ്ധയിൽ വന്നതാണ്. അവിടെ ഈ CCTV ദൃശ്യങ്ങൾ നമ്മളിപ്പോഴേ കണ്ടിട്ടുള്ളൂ. പക്ഷെ പോലീസ് ഇത് 2023 തന്നെ കണ്ടതാണ്. ഈ ദൃശ്യങ്ങളടക്കം കണ്ടതിന് ശേഷമാണ് 2 വർഷത്തെ ഇൻക്രിമെന്റ് കട്ട് ചെയ്യുക എന്ന അതിഗംഭീരമായ അച്ചടക്ക നടപടി എടുത്ത് ഇവരെ കുറച്ചുകൂടി നല്ല പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാറ്റി പ്രശ്നം അവസാനിപ്പിച്ചത്. അതല്ല, പോലീസ് സ്റ്റേഷനിൽ പോലീസ് സേനയിൽ സ്വാഭാവികമായിട്ടും ഇപ്പൊ അവിടെ മറ്റൊരു വിഷയം കൂടെ ഉയർന്നു വരുന്നുണ്ട്. പോലീസ് സേനയിൽ ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങളോ മറ്റൊന്നും CMO മറ്റു ഭരണാധികാരികളോ കാണുന്നില്ല. ആ പോലീസ് സേന നമ്മുടെ ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായി കൊടുക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കസ്റ്റഡി മരണങ്ങൾ പറയുന്നു. കസ്റ്റഡി മരണങ്ങൾ മുൻകാലങ്ങളിൽ കേരള പോലീസ് മാത്രമായിരുന്നു അന്വേഷിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം എടുത്തൊരു നിലപാട്, ഒരു കസ്റ്റഡി മരണവും കേരള പോലീസ് ഉണ്ടാകരുതെന്നാണ് നമ്മൾ ആഗ്രഹം. ഉണ്ടായാൽ പോലീസ് അന്വേഷിക്കേണ്ട, പുറത്തുള്ള ഏജൻസി അന്വേഷിച്ചാൽ മതി, CBI പോലുള്ള ഏജൻസികൾ അന്വേഷിച്ചാൽ മതി എന്ന നിലപാട്, അതൊരു നിലപാടാണ്. ആ നിലപാട് സ്വീകരിച്ച ഗവൺമെൻറ്റാണത്. പിന്നെ കേരള പോലീസിൻ്റെ ഇതുപോലുള്ള പോരായ്മകളെ ചൂണ്ടിക്കാണിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ നേട്ടങ്ങൾ നമ്മൾ കാണാതെ പോകരുതല്ലോ. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനം ആരാണ്? അത് അഭിലാഷ പറയേണ്ടത്. മികച്ച പോലീസ് സംവിധാനമാണ് നമുക്കുള്ളത്. അതിൽ പോരായ്മയില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ നമുക്ക് വിസ്മയ കേസ് ഒരിക്കലും തെളിയുമായിരുന്നു ആരും പ്രതീക്ഷിച്ചതല്ല. കൂടത്തായിലെ ജോളി കേസ് നമുക്കറിയാമല്ലോ. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ മരണം ഉൾപ്പെടെ കൊണ്ടുവന്നില്ലേ? അതെല്ലാം കേരള പോലീസല്ലേ? അവരുടെ പണി അതല്ലേ? അല്ല, അതെ. അപ്പൊ അവരുടെ ആ മികവിനെ ആ കേസ് അന്വേഷിച്ച് കണ്ടെത്തിയില്ലായിരുന്നെങ്കിലും ആരും നമ്മളിതുപോലെ ചർച്ചയൊന്നും ചെയ്യത്തില്ലായിരുന്നു. അവരുടെ പണിയാണ്. അതെ. ഏറ്റവും കൂടുതൽ ഞാൻ ഒറ്റ വാക്കിൽ പറയാം, ഒരുപാട് ജോലി ചെയ്യുന്നവരാണ് കേരളത്തിലെ പോലീസ്. എന്നാൽ ഒരുപാട് ആക്ഷേപം കേൾക്കുന്നവരുമാണ്.
ആ ആക്ഷേപങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അല്ല, പക്ഷേ ഒരു ആക്ഷേപം സേനയിൽ- ഉണ്ടാകുമ്പോ അല്ല, ഒരു എന്ത് നടപടി സേനയിൽ- എടുക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. ഇപ്പൊ പോട്ടെ, ഇനി കോൺഗ്രസ്സുകാർക്ക് തല്ലുകൊണ്ട വിഷയം നമുക്ക് അവസാനിപ്പിക്കാം. അല്ല, കോൺഗ്രസ്സുകാർക്ക് CPM ആണോ എന്നുള്ളതല്ലല്ലോ. SFIയുടെ നേതാവായിരിക്കെ അടൂർ പ്രകാശിന്റെ നിർദ്ദേശാനുസരണം എന്നെ അതിഭീകരമായി മർദ്ദിച്ചു എന്നാണ് മധു ബാബു എന്ന ഇപ്പോഴത്തെ ഡിവൈഎസ്പിക്കെതിരെ, അന്ന് അദ്ദേഹം CI ആയിരുന്ന സമയത്ത് SFIയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്ന ഇപ്പോഴത്തെ CPM നേതാവ് പൊതുസമൂഹത്തിൽ ആരോപണം ഉന്നയിച്ചത്. അയാൾക്ക് ഇന്ന് DGPയുടെ താമ്രപത്രം കിട്ടിയിരിക്കുകയാണ്. മറ്റേ ഏതോ ഒരു സേനയെ കുറുവ സംഘത്തെ പിടിച്ചതിന് ഇന്ന് അദ്ദേഹത്തിന് താമ്രപത്രം കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഈ മർദ്ദകരായ ആളുകൾക്ക് താമ്രപത്രം കൊടുക്കുന്ന ഏർപ്പാടാണ്. ഇടയ്ക്കൊരു വാചകം പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങൾ അതും കൂടെ ഹൈലൈറ്റ് ചെയ്യണ്ടേ? അത് പറഞ്ഞ എന്താണ്? ആ പറഞ്ഞത് വസ്തുതയാണെങ്കിൽ അടൂർ പ്രകാശിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ആരോപിക്കുന്നു. അതെ, അദ്ദേഹം ആരോപിക്കുമ്പോ അടൂർ പ്രകാശിനെതിരെ ആയാൽ ആരോപണമല്ല. അതെന്താണ് അഭിലാഷ്? അല്ല, ആ ഉദ്യോഗസ്ഥരെ നിങ്ങളാണ് പ്രൊമോട്ട് ചെയ്യുന്നതും നിങ്ങളാണ് താമ്രപത്രം കൊടുക്കുന്നതെന്നുമാണ് എന്റെ പോയിന്റ്. അല്ല, ഇന്നത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇന്നാണ് അദ്ദേഹത്തിന് ഇന്ന് സ്വാഭാവികമായി അംഗീകാരം നമ്മൾ വളരെ മികവുള്ളവരായി കണ്ടിരുന്നവരുടെ പൂർവകാല ചരിത്രങ്ങൾ പിന്നീടല്ലേ വെളിയിൽ വന്നിട്ടുള്ളത്. അല്ലല്ല, ഇപ്പോ ഇവിടെ നമ്മൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഞാൻ ന്യായീകരിക്കുന്ന സംഭവങ്ങളെ ന്യായീകരിക്കുന്നില്ല, 1% പോലും അതിനോട് യോജിക്കുന്നില്ല. പക്ഷേ പോലീസ് സേനയെ അടച്ചാക്ഷേപിക്കരുത് എന്ന നിലപാടേ ഉള്ളൂ. ഇപ്പൊ കൊല്ലം ജില്ലയിൽ താങ്കളുടെ നിലപാടേ ഉള്ളൂ. താങ്കളുടെ സ്വന്തം കേസെടുക്കുന്നതിന്റെ കാര്യം പറഞ്ഞാ ഞാൻ എന്റെ സ്വന്തം അനുഭവം പറയാം. എന്റെ സ്വന്തം അനുഭവം, ഞാൻ ഈ കേരളത്തിലേ ഇല്ലാതിരുന്ന ഞാൻ SFIയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കൽക്കത്തയിലായിരുന്നപ്പോൾ ഇവിടെ ഉണ്ടായ സംഭവത്തിലെ 1-ാം പ്രതി ഞാനാണ്. 1-ാം പ്രതിയായ ആളാണ് ഞാൻ. അപ്പോൾ അത് പോലീസിന്റെ ഒരു പോലീസിങ് ഒരു സുപ്രഭാതത്തിൽ മാറുന്നില്ല, ഒട്ടേറെ മാറിയിട്ടുണ്ട്. ഇനിയും മാറണം. സർക്കാർ ഇത്തരം വിഷയങ്ങളിൽ നിലപെടുന്നു. ഇപ്പോൾ താങ്കളുടെ സ്വന്തം ജില്ലയിൽ കൊല്ലത്ത് ഒരു CPIMന്റെ പാവപ്പെട്ട ലോക്കൽ സെക്രട്ടറി, പാവപ്പെട്ട എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായി പാവപ്പെട്ടല്ല കേട്ടോ, നല്ല ആളുകളോട് നന്നായി ഇടപെടുന്ന ഒരു ലോക്കൽ സെക്രട്ടറി പോലീസിനെതിരെ ആക്ഷേപം ഉന്നയിച്ചല്ലോ. എന്നിട്ട് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? അദ്ദേഹം സ്റ്റേഷനിൽ പോയി ബഹളം ഉണ്ടാക്കിയെന്നല്ലേ നിയമസഭയിൽ പറഞ്ഞത്? അദ്ദേഹം സ്റ്റേഷനിൽ പോയി ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനെ കേസ് അദ്ദേഹത്തിനെതിരെ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോ ഇപ്പൊ മുഖ്യമന്ത്രി പോലീസിനെ ന്യായീകരിച്ച് സ്വന്തം പാർട്ടി പ്രവർത്തകനെ അയാളാണ് കുറ്റക്കാരനെന്ന് വരുത്തുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. കേരളം ഭരിക്കുന്നത് പോലീസാണോ? പോലീസാണോ CPM ആണോ കേരളം ഭരിക്കുന്നത്? അഭിലാഷ്, ഈ ചർച്ചയുടെ ക്യാപ്ഷൻ ഇട്ടത് തന്നെ നിങ്ങൾ എന്താണ് സെൽഫ് ഭരണമോ എന്നാണ്. അതെ, എന്താണ് സെൽഫ് ഭരണം? നിങ്ങൾ മുൻകാലങ്ങളിൽ പറഞ്ഞിരുന്നത് സ്റ്റേഷനുകളുടെ ഭരണം നിയന്ത്രിക്കുന്നത്, ഞാൻ പറഞ്ഞ സ്റ്റേഷനുകളുടെ ഭരണം നിയന്ത്രിക്കുന്നത് ലോക്കൽ സെക്രട്ടറിമാരാണ് എന്നായിരുന്നല്ലോ ഇന്നലെ വരെ ആക്ഷേപിച്ചിരുന്നത്. ഇപ്പൊ എന്തായാലും അതെങ്കിലും തെറ്റാണെന്നെങ്കിലും സമ്മതിക്കുന്നുവല്ലോ. ലോക്കൽ സെക്രട്ടറിക്ക് കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ പോയ അനുഭവം ഇതാണ്. അത് പോട്ടെ, ലോക്കൽ സെക്രട്ടറിയുടെ അനുഭവം എന്നുള്ള നിലയിൽ കാണാം. ആ ലോക്കൽ സെക്രട്ടറി അയാളുടെ സാമൂഹ്യ പ്രതിബദ്ധത കൊണ്ട് CPMന്റെ ലോക്കൽ സെക്രട്ടറി പോലീസ് സ്റ്റേഷനിലെത്തി ഒരു വനിതയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ശ്രമം നടത്തിയപ്പോൾ അയാൾ ആക്ഷേപിക്കപ്പെടുകയാണ് ഉണ്ടായത്. അതും പോട്ടെ, അത് കഴിഞ്ഞിട്ട് ഇയാളാണ് കുഴപ്പക്കാരൻ, ഇയാൾ അവിടെ പോയി പോലീസുമായിട്ട് ബഹളം ഉണ്ടാക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറയുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതാണ് ഞാൻ ചോദിച്ചത്. CPM ആണോ പോലീസാണോ കേരളം ഭരിക്കുന്നത്? അദ്ദേഹം പറയുകയും ഔദ്യോഗിക സംവിധാനത്തിൽ സ്റ്റേഷനിൽ പോയി ബഹളമുണ്ടാക്കി വർത്തമാനം പറയുക എന്ന് പറഞ്ഞാൽ അവരോട് കയർക്കുക എന്ന് പറയുന്നത് ബഹളം ഉണ്ടാക്കുക എന്നുള്ളത് ആ വാക്കല്ലേ കേസിലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, കേസിനെ സംബന്ധിച്ച് എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞ കേസുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് അറിയില്ല. പക്ഷെ ആ സംഭവവുമായി ബന്ധപ്പെട്ടൊരു കേസുണ്ട്. പിന്നെ അദ്ദേഹം അതിൽ പ്രതിയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വ്യക്തതയില്ല. ശരി.